നിയമസഭയിൽ ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസാരിക്കുന്നു. തത്സമയ സംപ്രേഷണത്തിലേക്ക്. മേപ്പാടി പഞ്ചായത്തിലെ നെടുമ്പാല എസ്റ്റേറ്റിലും കൽപ്പറ്റ മുനിസിപ്പാലിറ്റിയിലെ എൽസ്റ്റോൺ എസ്റ്റേറ്റിലും മോഡൽ ടൌൺഷിപ്പ് നിർമ്മിക്കുന്നതിനാണ് തീരുമാനിച്ചിട്ടുള്ളത്. കിഫ്കോണിനെ പ്രോജക്ട് മാനേജ്മെന്റ് കൺസൾട്ടന്റ് എംപ്ലോയർ പ്രതിനിധിയായി നിയമിച്ചിട്ടുണ്ട്. നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയെ എഞ്ചിനീയറിംഗ് പ്രൊക്യൂർമെന്റ് ആൻഡ് കൺസ്ട്രക്ഷൻ കരാറുകാരായി നിയമിക്കുകയും ചെയ്തിട്ടുണ്ട്. 1000 ചതുരശ്രടി വിസ്തീർണമുള്ള വീട് നിർമ്മിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഭാവിയിൽ ഒരു നില കൂടി നിർമ്മിക്കാൻ കഴിയുന്ന തരത്തിലായിരിക്കും കെട്ടിടത്തിന്റെ അടിസ്ഥാനം നിർമ്മിക്കുക. ടൗൺഷിപ്പിൽ അംഗൻവാടി, പോസ്റ്റ് ഓഫീസ്, ആശുപത്രി, മാലിന്യ സംസ്കരണ സംവിധാനം, കമ്മ്യൂണിറ്റി ഹബ്ബ്, പാർക്ക്, മറ്റ് സാമൂഹിക പശ്ചാത്തലങ്ങൾ എന്നിവയടങ്ങുന്ന സമഗ്ര പുനരധിവാസ പദ്ധതിയാണ് നടപ്പാക്കുക. നിർമ്മാണ പ്രവർത്തനങ്ങളുടെ മേൽനോട്ടത്തിനായി സ്പെഷ്യൽ ഓഫീസറെ നിയമിച്ചിട്ടുണ്ട്. ദുരന്തത്തിൽ വീടും സ്ഥലവും നഷ്ടപ്പെട്ട കുടുംബങ്ങളെ ഒന്നാംഘട്ട ലിസ്റ്റിലും വാസയോഗ്യമല്ലാതായി തീർന്ന സ്ഥലങ്ങളിൽ ഉൾപ്പെടുന്ന കുടുംബങ്ങളെ രണ്ടാംഘട്ട ലിസ്റ്റിലും ഉൾപ്പെടുത്തി ഒരുമിച്ച് പുനരധിവാസം നടപ്പാക്കും. നിർദ്ദിഷ്ട ടൌൺഷിപ്പിന് പുറത്ത് താമസിക്കാൻ ആഗ്രഹിക്കുന്ന ദുരന്തബാധിത കുടുംബങ്ങൾക്ക് 15 ലക്ഷം രൂപ അനുവദിക്കാൻ അനുമതി നൽകിയിട്ടുണ്ട്. ടൌൺഷിപ്പ് പദ്ധതി നടത്തിപ്പിനായി മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ വയനാട് പുനർനിർമ്മാണ സമിതി, മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും പ്രമുഖ സ്പോൺസർമാരും അടങ്ങുന്ന ഉപദേശക സമിതി, ചീഫ് സെക്രട്ടറി ചെയർപേഴ്സണായ ഏകോപന സമിതിയും രൂപീകരിക്കുന്നതിന് തീരുമാനിച്ചിട്ടുണ്ട്. സർ ഡി, കേന്ദ്ര സർക്കാരിൽ നിന്ന് ഇതുവരെ ധനസഹായം ലഭിച്ചിട്ടില്ല. PDNA റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കേന്ദ്ര സഹായം ലഭ്യമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. സംസ്ഥാന സർക്കാരിന്റെ അഭ്യർത്ഥനയെ തുടർന്ന് ദുരന്തത്തെ കേന്ദ്ര സർക്കാർ അതിതീവ്ര ദുരന്തമായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ ധനസഹായവും പ്രതീക്ഷിക്കുന്നു. മുണ്ടക്കൈ ചുവർമല ദുരന്തവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ 17/1/2025 വരെ 712 ലക്ഷം രൂപ ലഭിച്ചിട്ടുണ്ട്. ടൌൺഷിപ്പിൽ വീട് നിർമ്മിച്ചു നൽകാമെന്ന് നിരവധി സ്പോൺസർമാർ അറിയിച്ചിട്ടുണ്ട്. ചില രംഗങ്ങളിൽ CSR ഫണ്ട് ഉൾപ്പെടെയുള്ള ധനസഹായവും പ്രതീക്ഷിക്കുന്നു. ശ്രീ കുറുക്കോളി മൊയ്തീൻ. സർ, വയനാട് ദുരന്തം നടന്നതിനെ തുടർന്ന് 1000-ലധികം ഏക്കർ സ്ഥലത്തെ കൃഷിയാണ് നഷ്ടപ്പെട്ടു പോയിട്ടുള്ളത്. അതിൽ തന്നെ 100-ലധികം ഏക്കർ സ്ഥലത്തെ കൃഷിഭൂമി തന്നെ ഇല്ലാതെയായി. അവശേഷിക്കുന്ന കൃഷിയിടം ജനവാസമില്ലാത്തതുകൊണ്ട് വന്യമൃഗങ്ങൾ നശിപ്പിച്ചു കഴിഞ്ഞു. ഈ ദുരന്തത്തിൽ വൈദ്യുതി ബന്ധം തന്നെ വിച്ഛേദിക്കപ്പെട്ടിട്ടുണ്ട്. കൃഷിക്ക് ജലസേചനം നൽകാൻ സാധിക്കുന്നുമില്ല. ഇങ്ങനത്തെ ഒരവസ്ഥയിലാണ് ഇപ്പോൾ ആ പ്രദേശമുള്ളത്. ഈ കൃഷിഭൂമി തന്നെ നഷ്ടപ്പെട്ട ആളുകൾക്ക് മറ്റ് നഷ്ടപരിഹാരങ്ങളൊക്കെ കൊടുക്കുന്ന കൂട്ടത്തിൽ കൃഷിഭൂമി കൂടി ലഭ്യമാക്കാൻ സംവിധാനം ഉണ്ടാക്കുമോ എന്നാണ് എനിക്കറിയുന്നത്. സർ, അത്തരമൊരു സഹായം ചെയ്യാൻ കഴിയുന്നതല്ല. സെക്കൻഡ് ക്വസ്റ്റ്യൻ. സർ, 10,000 രൂപ വീതം ദുരിതാശ്വാസ നിധിയിൽ നിന്ന് ആദ്യഘട്ടമായി നമ്മൾ നൽകുകയുണ്ടായി. കുറച്ചുകൂടി ആളുകൾക്ക് അത് കിട്ടാനുണ്ട്. 600 രൂപ വീതമാണ് വാടകയ്ക്ക് വേണ്ടി നമ്മൾ അനുവദിച്ചു കൊടുത്തിട്ടുള്ളത്. 6000 രൂപ ഇത് 3 മാസത്തേക്ക് കൊടുത്തത് പിന്നെ 3 മാസത്തേക്ക് കൂടി നീട്ടി. എന്നാൽ ഇപ്പോഴും പുനരധിവാസം സാധ്യമായിട്ടില്ല. അത് നീണ്ടുപോകുന്ന ഒരു സാഹചര്യമുണ്ട്. അത് നീട്ടിക്കൊടുക്കേണ്ടതുണ്ട്. മാത്രമല്ല 15,000 രൂപ വരെ വാടക കൊടുത്താണ് ആളുകൾ പുറത്ത് താമസിക്കുന്നത്. വയനാട് പുനരധിവാസവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് നിയമസഭയിൽ ചോദ്യോത്തരവേളയിൽ ഉത്തരം പറയുകയായിരുന്നു മുഖ്യമന്ത്രി. ചോദ്യോത്തരവേള പുരോഗമിക്കുകയാണ്. നമുക്ക് ഇന്ന് സഭയെ പ്രക്ഷുബ്ധമാക്കുന്ന ഒരുപാട് വിഷയങ്ങളുണ്ട്. അതിലേക്കൊക്കെ മടങ്ങിയെത്താം. ഇപ്പോൾ ഇന്നത്തെ